മോർണിംഗ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇന്നലെ രാത്രി അരി അരച്ച് വെച്ചപ്പോൾ വിചാരിച്ചില്ല ഇത്ര ഇത് കുളിച്ച് പോകുമെന്ന്. രാവിലെ നോക്കിയപ്പോൾ കണ്ടില്ലേ, പാത്രം കവിഞ്ഞ് മാവ് താഴെ ഗ്യാസിൻ്റെ മുകളിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം മാവ് പൊങ്ങി താഴെ വീണിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. പിന്നെ ചിന്നു രാവിലെ നേരത്തെ എൻ്റെ കൂടെ എഴുന്നേറ്റു. കുഞ്ഞിന് ഇന്ന് ഉറക്കം ശരിയായിട്ടില്ല, നല്ല വാശിയായിരുന്നു. അത് കാരണം എൻ്റെ കൂടെ എഴുന്നേറ്റ് ഒന്നും ചെയ്യാനൊന്നും സമ്മതിച്ചില്ല. പിന്നെ അവളെ വെച്ചുകൊണ്ട് തന്നെ രാവിലെ കാപ്പിയൊക്കെ ഇട്ടു. അപ്പോഴത്തേനും അമ്മ എണ്ണീറ്റ് വന്നു. അങ്ങനെ അമ്മ വന്നതുകൊണ്ട് കുറച്ച് നേരത്തേന് വാശി കാണിക്കാതെ അമ്മ ഓരോന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാലും ഞാൻ എടുക്കണമെന്ന് പറഞ്ഞ് ഇച്ചിരി വാശിയൊക്കെ ആയിരുന്നു. പിന്നെ അവളെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ വേഗം പോയി വെള്ളം വെച്ചു. അപ്പോഴത്തേന് നമ്മുടെ വെള്ളം തിളച്ച് വന്നപ്പോഴത്തേന് ഇഡലിക്കുള്ള മാവെല്ലാം ഒഴിച്ച് പാത്രത്തിലാക്കി വെച്ചു. പിള്ളേരെ എണ്ണീറ്റിട്ടില്ല, ഇനി അവരെ വിളിക്കണം. അപ്പോൾ അതിന് മുമ്പ് ഇഡലി ഒന്ന് അടുപ്പത്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തേങ്ങയൊക്കെ ചിരണ്ടി സമ്മന്തി ചായയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തേങ്ങ ചിരിക്കാൻ ഒന്നിനും സമയമില്ല. അതുകൊണ്ട് കുറച്ച് മുളക്, മറ്റേ സബോളയും മുളകും ഉപ്പും ഒക്കെ ഇട്ട് പെട്ടെന്നൊരു മുളക് സമ്മന്തി അരച്ചു. പിന്നെ കുറച്ച് തേങ്ങ മാത്രം ഇന്നലെ ഇച്ചിരി ചിരണ്ടേൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചിരണ്ടാൻ നിന്നില്ല, അതങ്ങ് എടുത്തുനിന്ന് രാവിലെ ചട്നി സമ്മന്തിയൊക്കെ അരച്ച് ഒന്നിച്ചങ്ങ് വെച്ചു. അങ്ങനെ ചായയും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പിള്ളേരെ വിളിക്കണം, അവർ പല്ല് തേപ്പിച്ച് കൊടുക്കണം, ഇനി അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. അപ്പം ഇതൊക്കെയായിരുന്നു രാവിലത്തെ തിരക്കും ബഹളവും കാര്യങ്ങളൊക്കെ. ഇനി എല്ലാവരും ഒന്ന് റെഡിയാക്കണം എണീറ്റ് വരുമ്പോഴത്തേക്കും. ഇന്നത്തെ രാവിലെ അല്പം ഇച്ചിരി തിരക്ക് പിടിച്ച് രാവിലെ തന്നെ ആയിരുന്നു. ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി നമുക്ക് വഴിയെ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ, സീ യു.